ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബഹ്റൈനിൽ ഞണ്ടുകളുടെ പ്രജനന കാലയളവിൽ സംരക്ഷണം ലക്ഷ്യമിട്ട് മാർച്ച് 15 മുതൽ മെയ് 15 വരെയുള്ള 2 മാസക്കാലത്തേക്ക് ഞണ്ടുകളെ പിടികൂടുന്നതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ആണ് ഈ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ കാലയളവിൽ ഞണ്ടുകളെ പിടിച്ചെടുക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യത്തെയും ഞണ്ടുകളുടെ ഭാവി നിലനിൽപ്പിനെയും ഗുരുതരമായി ബാധിക്കുമെന്നും SCA വിശദീകരിച്ചു. രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ നിരോധനം കർശനമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബദ്ധവശാൽ വലയിലോ മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളിലോ ഞണ്ടുകൾ അകപ്പെട്ടാൽ അവയെ തിരികെ കടലിലേക്ക് വിടണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ നിയന്ത്രണം ഭാവിയിൽ ഞണ്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മത്സ്യമേഖലയുടെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്താനും സഹായിക്കുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റമദാന്റെ അവസാന 10 ദിവസങ്ങളിൽ ബഹ്റൈനിലെ സ്കൂളുകൾക്ക് അവധി നൽകണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. MP ഹസൻ ബുഖമാസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ സമർപ്പിച്ച അടിയന്തര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു അംഗീകാരം. സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തി. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്നും സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകളാണ് പിൻവലിച്ചത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏത് തരം വിസയാണ് അനുവദിക്കേണ്ടത് എന്ന് ഇനി മുതൽ അതത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാം. ഇത് സ്ഥിരം സംവിധാനമാണോ താൽക്കാലിക നിയന്ത്രണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2 മാസം മുമ്പാണ് സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ മാറ്റങ്ങളുണ്ടായത്. ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു. ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും VFS കേന്ദ്രങ്ങളിൽ സൗകര്യം പുനഃസ്ഥാപിച്ചില്ല. അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സൗകര്യവും സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്നും മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൗകര്യം പിൻവലിച്ചു. ഇനി മുതൽ അതത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിലെ അധികാരം. അതേസമയം സ്കൂൾ അവധിക്ക് ശേഷം സൗദിയിലേക്ക് വരാനിരിക്കുന്ന 100 കണക്കിന് പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യം വരെയാണ്. കേരളത്തിൽ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ്. ഇതിനുശേഷം 2 ആഴ്ച മാത്രമാണ് സൗദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത്. ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജ് സീസണായതുകൊണ്ടാണ് വിസ നിയമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഈജിപ്ത് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും വിസിറ്റ് വിസയിലെത്തിയ നിരവധി പേർ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്തിരുന്നു. ഇത് നിരവധി പ്രശ്നങ്ങൾക്കും ഇടയാക്കി. ഇതുകൊണ്ടാണ് ഇത്തവണ ഹജ്ജ് വേളയോടനുബന്ധിച്ച് വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കുവൈറ്റിൽ ഈദുൽ ഫിത്തർ അവധി ദിവസങ്ങൾ പ്രഖ്യാപിച്ചു. ഈദ് ആദ്യ ദിവസം മാർച്ച് 30 ഞായറാഴ്ചയാണെങ്കിൽ 3 ദിവസത്തെ പൊതു അവധി ഉണ്ടായിരിക്കും. ഏപ്രിൽ 2 മുതൽ ബുധനാഴ്ച സർക്കാർ ഓഫീസുകൾ പുനരാരംഭിക്കും. എന്നാൽ ആദ്യ ദിവസം മാർച്ച് 31 തിങ്കളാഴ്ചയിലേക്ക് നീളുകയാണെങ്കിൽ മാർച്ച് ഞായറാഴ്ച മുതൽ അതേ വാരമത്രയും ഓഫീസുകൾ അടച്ചിടും. ഏപ്രിൽ 6 ഞായറാഴ്ച മാത്രമേ ഓഫീസുകൾ പുനരാരംഭിക്കുകയുള്ളൂ എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്ടിംഗ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് സബാഹയുടെ അധ്യക്ഷതയിൽ വ്യാഴാഴ്ച ചേർന്ന പ്രതിവാര മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. അവശ്യ സേവനങ്ങൾക്കും അത്തരം സ്വഭാവത്തിൽപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്കും ബന്ധപ്പെട്ട അധികാരികൾ അവധികൾ പ്രഖ്യാപിക്കും. നാളെ രാവിലെ രാജ്യത്തുടനീളം മൂടൽമഞ്ഞ് തുടരുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. UAEയിൽ താപനിലയിലും ക്രമാനുഗതമായ വർധനവുണ്ടാകും. കൂടാതെ ആകാശം മേഘാവൃതമായിരിക്കുമെന്നും കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നു. മാർച്ച് 16 ഞായറാഴ്ച രാവിലെ ചില തീരദേശ പടിഞ്ഞാറൻ ആന്തരിക പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതിനാൽ രാത്രിയിലും ഈർപ്പമുള്ള കാലാവസ്ഥ തുടരും. മാർച്ച് 16 മുതൽ 18 വരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പകൽ സമയത്ത് നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം വാരാന്ത്യത്തിൽ തീരപ്രദേശങ്ങളിൽ എല്ലാ രാത്രിയിലും ഈർപ്പമുള്ള കാലാവസ്ഥ തുടരും.
ഒമാനിൽ അനധികൃത തൊഴിലാളികളെയും തൊഴിൽ നിയമ ലംഘനങ്ങളും കണ്ടെത്തുന്നതിനായി കഴിഞ്ഞ വർഷം തൊഴിൽ മന്ത്രാലയം നടത്തിയ 1599 പരിശോധനാ ക്യാമ്പയിനുകളിന്റെ ഭാഗമായി 810 തൊഴിലാളികളെ നാടുകടത്തി. ദോഫാർ ഗവർണറേറ്റിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബറിന്റെ ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീംസ് ഓഫീസ് വഴിയായിരുന്നു മന്ത്രാലയത്തിന്റെ പരിശോധന. രാജ്യത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ താക്കീതുമായി കുവൈറ്റ് അമീറും സായുധ സേനയുടെ സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മിഷ്അൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് ആഭ്യന്തര മന്ത്രാലയം ആസ്ഥാന കാര്യാലയം സന്ദർശിച്ച ശേഷം ഉദ്യോഗസ്ഥരോട് സംസാരിക്കവെയാണ് മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ ദൃഢവും മുഖം നോക്കാതെയുമുള്ള നടപടികൾ സ്വീകരിക്കാൻ അമീർ നിർദ്ദേശം നൽകിയത്. ആഭ്യന്തര സുരക്ഷ, അതിർത്തികൾ, സ്ഥിരത എന്നിവ കാത്തുസൂക്ഷിക്കുന്നതിന് ജാഗ്രത പാലിക്കാനും സദാ തയ്യാറായിരിക്കാനും സമർപ്പിതരായി പ്രവർത്തിക്കാനും ആഭ്യന്തര മന്ത്രാലയം കമാൻഡിനോടും ഉദ്യോഗസ്ഥരോടും അമീർ അഭ്യർത്ഥിച്ചു. യുവാക്കളുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും ഭാവി സംരക്ഷിക്കുന്നതിനായി മയക്കുമരുന്നുകളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ കണ്ണികളെയും എല്ലാ ശക്തിയോടെയും ദൃഢതയോടെയും നേരിടണം. ഈ നശീകരണ വിപത്തിൽ നിന്നും സമൂഹത്തെ സംരക്ഷിക്കുന്നതിൽ ഒരു അലംഭാവവും കാണിക്കരുത് എന്നും അമീർ ആഹ്വാനം ചെയ്തു. അതോടൊപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ജോലികൾ പുനർക്രമീകരിക്കാനും അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പരിശീലനം നൽകാനും ആധുനിക ശാസ്ത്രങ്ങൾ ഉപയോഗിച്ച് ജീവനക്കാരുടെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടാനും അമീർ നിർദ്ദേശം നൽകി. എല്ലാത്തരം കുറ്റകൃത്യങ്ങളെയും ചെറുക്കുന്നതിലൂടെയും നീതിപൂർവവും തുല്യവുമായ സേവനങ്ങൾ നൽകുന്നതിലൂടെയും മനുഷ്യാവകാശങ്ങളും അന്തസ്സും സംരക്ഷിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നതിനും റോഡുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും പുതിയ ട്രാഫിക് നിയമം നടപ്പിലാക്കുന്നതിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും അമീർ ആവശ്യപ്പെടുകയുണ്ടായി. യുക്രൈൻ റഷ്യ സംഘർഷത്തിന് അറുതി വരുത്തുന്നതിന്റെ ഭാഗമായുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിന് സൗദി അറേബ്യയോട് US നന്ദി പറഞ്ഞു. സൗദി ഭരണാധികാരികൾക്ക് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് നന്ദി അറിയിച്ചത്. ജിദ്ദയിൽ ഉന്നത യുക്രൈൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സിനൊപ്പം മാധ്യമങ്ങളോട് നടത്തിയ പ്രസ്താവനയിലാണ് റൂബിയോ സൗദി ഭരണാധികാരികൾക്ക് നന്ദി പറഞ്ഞത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങളിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് കളമൊരുക്കുന്നതിൽ നിർണായക പങ്കാണ് സൗദി അറേബ്യ വഹിച്ചതെന്നും US നേതാക്കൾ പറഞ്ഞു. റഷ്യയുമായുള്ള യുദ്ധത്തിൽ 30 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാനുള്ള US നിർദ്ദേശത്തെ ചർച്ചയിൽ യുക്രൈൻ പിന്തുണച്ചിരുന്നു. അതേസമയം യുക്രൈനുള്ള സൈനിക സഹായവും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കലും താൽക്കാലികമായി നിർത്തിവെക്കാൻ വാഷിംഗ്ടൺ സമ്മതിച്ചതായി ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ നേതാക്കൾ അറിയിച്ചു. റമസാനിൽ മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയിൽ പ്രാർത്ഥനകൾക്കായി എത്തുന്ന വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നു. വയോജനങ്ങൾക്കായി പള്ളിയിലുടനീളം ഖുർആനുകളും സംസം വെള്ളവും കൊണ്ട് സജ്ജീകരിച്ച പ്രത്യേക പ്രാർത്ഥനാ മേഖലകൾ സജ്ജീകരിച്ചതായി ഗ്രാൻഡ് മോസ്കിന്റെയും പ്രവാചക പള്ളിയുടെയും കാര്യങ്ങളുടെ പരിപാലനത്തിനായുള്ള ജനറൽ അതോറിറ്റി അറിയിച്ചു.